പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. പക്ഷെ എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പേര് അശോകൻ. ഹായ് സഞ്ജടാ. ഹായ് ഹായ് ഹായ്. നമുക്ക് 140 പേജാണെന്ന് നമ്മൾ നിർത്തിയത്. അപ്പൊ 140 പേജ് ഡിഫെക്ട്സ് ആൻഡ് റിപ്പയർസ്. എന്താ നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ബുദ്ധിമുട്ടുകള്, വൈകല്യങ്ങള്, പോരായ്മകള്, നമ്മളുടെ കേടുപാടുകളൊക്കെയാണ്. ആൻഡ് റിപ്പയർസ്, അതിനെന്ത് റിപ്പയർ ആണ് നമുക്ക് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം എവിടെയാണ് അത് വരുന്നത്. 3 ഭാഗമാണ് ഇതില്. ആദ്യത്തേത് വരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസ്, പേജ് 73. എനിക്ക് ഒന്ന് എടുക്കണേ, ഞാൻ നോക്കി വെച്ചിട്ടില്ല. 73 എന്ന് പറയുമ്പോ ഒരു പേജിൽ വ്യത്യാസം വരും. ഒരു പേജല്ല, 71-ലാണ് വരുന്നത് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ 73 ആണ്. നോക്കാം. 71 പേജില് 70-ാമത്തെ പേജിൽ നിന്നും തുടർന്ന് വരുന്ന ആ പാരഗ്രാഫ് കഴിഞ്ഞ് ഇതിലുള്ള മധ്യഭാഗത്തുള്ള ഒരു ചെറിയ പാരഗ്രാഫ്, അതാണ് ഇതിലത്തെ ഫസ്റ്റ് പാരഗ്രാഫ്. നോക്കാം. മറ്റുള്ള പലരെ 71 അധ്യായം 6 പ്രവൃത്തി പദ്ധതിയിലേക്കാണ് കേട്ടോ. മറ്റുള്ള പലരെക്കാൾ കൂടുതലായി ഒരു അമിത മദ്യപാനാസക്തൻ ഇരട്ട ജീവിതം നയിക്കുന്നു. പുറം ലോകത്തിന് അയാൾ തന്റെ നാടക സ്വഭാവം കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ സഹജീവികളെ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. കുറെയൊക്കെ മാന്യത അനുഭവിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ താനത് അർഹിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്കറിയാം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു അമിത മദ്യാസക്തന്റെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയുള്ളവരെക്കാൾ, അല്ലെങ്കിൽ മറ്റ് പലരെക്കാൾ, ബാക്കിയുള്ളവർ എല്ലാവരും ഇല്ല, പലരെക്കാളും കൂടുതലായിട്ട് അമിത മദ്യപാനാസക്തൻ ഇരട്ട ജീവിതം നയിക്കുന്നു. അത് ഹി ലീഡ്സ് എ ഡബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഡബിൾ ലൈഫ് തന്നെയാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അറിയില്ല ഇപ്പോഴും ഞാൻ എത്രത്തോളം ആ ഡബിൾ ലൈഫ് നിന്ന് ടോട്ടലി റിലീവ്ഡ് ആണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ചില സന്ദർഭങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഉയർന്നു വരുന്നുണ്ട് തോന്നുന്നില്ല, മിക്കവാറും ഉണ്ടാവും. ഇനി പുറം ലോകത്തിന് അയാൾ തന്റെ നാടക സ്വഭാവം കാണിച്ചു. അയാളുടെ സഹജീവികളെ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആ ഒരു അവനവന്റെ ഒരു നാടക സ്വഭാവം ഇല്ലേ. നമ്മളിപ്പോ ഇതില് വളരെ സട്ടിലായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ ഓരോ അവസരങ്ങൾക്ക് ഒത്ത് നമ്മൾ ഡ്രസ് ചെയ്യുന്നത് വരെ അതിൽ പെടും ഇല്ലേ. അവസരങ്ങൾക്കൊത്ത് മാറി മാറി ഡ്രസ് ചെയ്യുന്നത്. ഇനി അയാളെ സഹജീവികളെ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കുറെയൊക്കെ മാന്യത അനുഭവിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം, പക്ഷെ താനത് അർഹിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്കറിയാം. യെസ്, ഇതും ഒരു ട്രൂ നേച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ പല സമയത്തും തോന്നിയിട്ട് ഞാനിതൊക്കെ അർഹിക്കുന്നുണ്ടോ, ഈ മാന്യത, എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട് ചില മാന്യത കിട്ടാൻ. അതൊന്നും ശരിക്കും യഥാർത്ഥത്തിൽ അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം പല സമയത്തും ഉള്ളിന്റെ ഉള്ളിൽ വരാറുണ്ട്. ഇതധികം എന്റെ ജീവിതത്തിൽ വരുന്നത് പല സമയത്തും ഞാനും വൈഫും കൂടി ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മാത്രം ഇരുന്നത് ചിലൊക്കെ നമ്മളുടെ പഴയ ലൈഫിനെ കുറിച്ചൊക്കെ ഉള്ള ചില ഒരു എന്താ പറയുക, ഒരു എത്തിനോട്ടം നടത്തും പുറകിലേക്ക്. ആ സമയത്താണ് ചിലപ്പോ വരാറുള്ളത്. പല അനുഭവങ്ങളും എനിക്കൊന്നും ഓർമ്മയില്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈഫ് പറയും, നടന്ന ചില സംഭവ വികാസങ്ങളൊക്കെ, ചില പ്രത്യേക ഇൻസിഡന്റുകൾ പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ഇപ്പോ ലഭിക്കുന്ന അനുഭവിക്കുന്ന ചില സ്ഥലങ്ങളിലെങ്കിലും കിട്ടുന്ന ഈ മാന്യതയ്ക്കൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ അർഹനാണോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും അത് വൈഫിന്റെ കൂടെ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. എല്ലായ്പ്പോഴും ഇല്ല, പലപ്പോഴും മനസ്സിൽ മാത്രം പിക്കപ്പെടുമ്പോൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാറ് വൈഫ് അല്ലുണ്ടാവുകൊണ്ടാണ് എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. കാരണം അവരും ഈ പറയുന്ന ആത്മപരിശോധനയും അങ്ങനത്തെ കണ്ടിട്ട്
അല്ല എന്നാ കണ്ണിക്കട അങ്ങനത്തെ പരിപാടികളൊക്കെ അവരുടെ 12 പടികളിൽ നമ്മുടെ 12 പടി തന്നെയാണ് അത്. ആ 12 പടികളുടെ നിർദ്ദേശിച്ച രീതിയിൽ അവരുടെ രീതിയിൽ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് അടുത്ത 2 വരി, അതെന്താണ്? അത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിൽ 258 പേജ്, ഗ്രേപ്പ് വൈനിലെ ജൂൺ 1961 ആർട്ടിക്കിളാണ്. വളരെ ഗംഭീരമായ ആർട്ടിക്കിളാണ്. ഹ്യൂമിലിറ്റി ഫോർ ടുഡേ എന്നതാണ്. അപ്പൊ ആ ഇതില് പേജ് 258 ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ 2 വരിയുള്ളൂ. ഗിൽറ്റ് ഈസ് റിയലി ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ കോയിൻ ഓഫ് പ്രൈഡ്. Guilt aims at self-destruction and pride aims at destruction of others. ഒരു വലിയൊരു തിരിച്ചറിവ് തന്നിരിക്കുകയാണ്. അതായത് കുറ്റബോധം എന്നുള്ളത് ഈ അഭിമാനത്തിന്റെ അല്ലെങ്കിൽ വല്ലാതുള്ള ഉള്ളിലുള്ള ഒരു ഡംബ് എന്നൊക്കെ പറയില്ലേ, അഭിമാനം എന്ന് മാത്രമല്ല ഡംബ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആ ഡംബിന്റെ അഹങ്കാരത്തിന്റെ വേറൊരു ഇതാണത്. ആ ഡംബിന്റെ റിവേഴ്സ് സൈഡാണ് എന്ത്? കുറ്റബോധം എന്നുള്ളത്. ഇനിയോ കുറ്റബോധം എന്താണ് ചെയ്യണത്? എയിംസ് സെൽഫ് ഡിസ്ട്രക്ഷൻ. ശരിയാണ്, എനിക്ക് കുറ്റബോധം ഉണ്ട്, ഞാനത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എന്നെ തന്നെ നശിപ്പിക്കുന്ന നിരാശയിലേക്ക് തിരിച്ചു പോയിട്ട്. പ്രൈഡ് എയിംസ് അറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്. ആ ഡംബോടുകൂടിയുള്ള പെരുമാറ്റത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ആ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രകടനമാണ്. ഇത് രണ്ടും നാശോന്മുഖം. ഒന്ന് അവനവനെ ആണെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ലക്ഷ്യം വെച്ചിട്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ശരിക്ക് ഇതിൽ നിന്നൊക്കെ മോചിതരാവേണ്ടതുണ്ട് എന്നുള്ള എനിക്കുള്ളൊരു ഇതാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഹ്യൂമിലിറ്റി ഫോർ ടുഡേ എന്നുള്ള ഈ ഒരു ആർട്ടിക്കിളില് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യബോധത്തിന്. അപ്പൊ യാഥാർത്ഥ്യബോധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മിഡിൽ ഓഫ് ദ റോഡായിരിക്കും. അപ്പൊ ആ ഒരു ഇതിനെ കൂടുതൽ നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില് ഈ ലേഖനത്തിന്റെ അവസാനം ഒരു കാര്യം പറഞ്ഞു. ആ യാഥാർത്ഥ്യബോധം എന്താണെന്നുള്ളതായിരിക്കും നമ്മളെ കൊണ്ടുവരുന്ന ഒരു ഹ്യൂമിലിറ്റിയുടെ ഒരു വലിയ അത്യാവശ്യം എന്താണെന്ന്. ആ ലാസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കുന്ന പേജ് നമ്പർ 259, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. As I continue to contemplate God's perfection, I discover still another joy. ഞാൻ ആ ഈശ്വരൻ്റെതായ പെർഫെക്ഷനെ, പരിപൂർണതയെ ഞാൻ എന്താ പറയാ എന്റെ മനസ്സിൽ തന്നെ മനനം ചെയ്യുമ്പോൾ ഐ ഡിസ്കവർ സ്റ്റിൽ അനദർ ജോയ്. ഞാൻ വേറൊരു പ്രത്യേക ഒരു ആനന്ദത്തിനെയാണ്, ഒരു സന്തോഷത്തിനെയാണ് ഞാൻ എന്താ പറയാ കാണുന്നത്, അല്ലെങ്കിൽ എന്നെ മറന്നേക്ക് പുറത്തു വരുന്നത്. ഡിസ്കവർ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ഇത് മറന്നേക്ക് പുറത്തു വരുത്തുന്ന ഇത് പ്രത്യേക ആനന്ദം, അല്ലെങ്കിൽ എന്നിൽ തെളിഞ്ഞു വരുന്നത് വേറൊരു ആനന്ദം. As a child, hearing my first symphony, I was lifted up into the indescribable harmony, though I know little of how or whence it came. അതെ, കുട്ടിയായിരിക്കുന്ന സമയത്ത് ബിൽഡബ്ല്യുവിന്റെ ഷെയറിംഗ് ആണത്. കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇത് ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് സിംഫണി എന്ന് പറഞ്ഞാൽ ആ രാഗം അത് കേട്ടപ്പോൾ ഐ വാസ് ലിഫ്റ്റഡ് അപ്പ് ഇൻ ടു ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഹാർമണി, ദോ ഐ ന്യൂ ലിറ്റിൽ ഓഫ് ഹൗ ഓർ വെൻസ് ഇറ്റ് കേം. ആ ഒരു വലിയ ഒരു എന്താ പറയാ അതിനോട് ചേർന്ന് പോവാനുള്ള ഹാർമോണി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഇതേപോലെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ശരിക്ക് എന്താ പറയാ ആ ഒരു ചേർന്ന് പോകുന്ന രീതിയിലുള്ള ആ ഇത് കണ്ടപ്പോ, ഇദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് അത് കണ്ടപ്പോ വളരെയധികം മോറലി ലിഫ്റ്റഡായി. അതായത് സ്വയം എന്താ പറയാ ഉത്തേജനം ലഭിച്ച പോലെ. ഇനിയോ സോ ടുഡേ, ഇനിയാണ് ഇമ്പോർട്ടന്റ്, ഈ വാചകമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ടുഡേ when I listen for God's music of spheres,
I can now and again hear those divine chords by which I am told that the great composer loves me and that I love him. അതായത് ഞാന് ഇപ്പോ ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഗോളങ്ങളുടെ സംഗീതം, അതായത് ദൈവം പുറപ്പെടുവിക്കുന്ന നമ്മളുടെ പ്രപഞ്ചത്തിലെ മറ്റ് ഗോളങ്ങളും എല്ലാം കൂടിയുള്ള ഒരു പ്രപഞ്ച സംഗീതം എന്ന് പറയാം. ആ ഒരു സംഗീതം ശ്രവിക്കുമ്പോ അത് ഞാൻ ശ്രവിക്കുമ്പോ when I listen, I can now and again hear those divine chords by which I am told that the great composer loves me. അപ്പോ എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കുന്നത് ശരിക്കും എന്താണ്, ഞാൻ ഇതിലേക്ക് ശ്രവിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് എന്താണ്, ഞാൻ ആ ഒരു ഡിവൈൻ കോഡ്സ്, ആ ദൈവത്തിൻ്റെതായ ആ ഒരു പ്രത്യേക മ്യൂസിക്കൽ നോട്ട്സുകൾ, അതാണ് ആ ഒരു പെർഫോമൻസ് ആണ് കേൾക്കുന്നത്. By which I am told that the great composer loves me. ആ സ്നേഹത്തിൻ്റെതായ ആ ഒരു സംഗീതമാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. ആലോചിച്ച് നോക്കും എന്താ എത്ര ഗംഭീരമായിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തന്നെ അപ്പൊ വിശ്വാസം വരികയാണ്, ഞാൻ ആ ഗ്രേറ്റ് കമ്പോസർ എന്നെ സ്നേഹിക്കുകയാണ് ചെയ്യും. അത് എനിക്ക് വിശ്വാസം പറ്റും, എനിക്ക് മനസ്സിലാവുന്നു. ആൻഡ് ദാറ്റ് ഐ ലവ് ഹിം. അപ്പൊ ഞാൻ അതിന്റെ തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ദൈവത്തിനെ ഞാൻ സ്നേഹിക്കും. സോ ഇത് വളരെ കേമമായിട്ടൊരു ഇവിടെ പറഞ്ഞേ പറ്റൂന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളുടെ ഡിഫെക്ട്സ് ആൻഡ് റിപ്പയർസ് വരുമ്പോ നമ്മൾ സൂക്ഷ്മ തലത്തിൽ വേണം അതിനെടുക്കാനായിട്ട്. ആ സൂക്ഷ്മ തലത്തിൽ എടുക്കുമ്പോ നമ്മൾക്ക് ആ യാഥാർത്ഥ്യബോധം വേണം, ആ ഹ്യൂമിലിറ്റി വേണം. ആ ഹ്യൂമിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ വിനയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വിനയാന്വിതനാവാൻ പറ്റുന്നത് ഇതുപോലുള്ള പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണുമ്പോഴും പ്രപഞ്ച സംഗീതം ശ്രവിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്ന, അതിനെയൊക്കെ ഒന്ന് മനനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതത്തോടു കൂടി കാണാൻ പറ്റും. യെസ്, ഇതെല്ലാം ദൈവത്തിന്റെ ആ സ്നേഹ സന്ദേശത്തെ, സ്നേഹവാഹകനായിട്ടുള്ള എന്താ പറയാ ആ ഒരു ശബ്ദബീജികളല്ലേ വരുന്നത്. അത് വലിയൊരു എന്താ പറയാ, ഇതൊരു വലിയ ആലങ്കാരികമായിട്ടും താത്വികമായിട്ടും ഒരു തത്വത്തെ ആലങ്കാരികമായിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം. നോക്കാം ഞാൻ. ഇനി അടുത്ത ഭാഗം എടുത്തിട്ടുള്ളത് ഒരു ലെറ്റർ ആണ്, 1957. ലെറ്റർ എന്ന് പറഞ്ഞാൽ LW ആർക്കോ അയച്ച മറുപടിയുടെ ഭാഗമാണ്. The moral inventory is a cool examination of the damages that occurred to us during life and a sincere effort to look at them in a true perspective. എന്താണ് മോറൽ ഇൻവെന്ററി? നമ്മൾ എടുക്കുന്ന 4th സ്റ്റെപ്പിലത്തെ ഇൻവെന്ററി, ധാർമ്മികമായ കണക്കെടുപ്പ്. എന്താണത്? The moral inventory is a cool examination of the damages. അത് വളരെ ശാന്തമായ രീതിയിൽ ഉള്ള ഒരു പരിശോധനയാണ്. എന്ത്? examination of the damages that occurred to us during life and a sincere effort to look at them in a true perspective. അതായത് എനിക്ക് സംഭവിച്ച, ജീവിതത്തിൽ സംഭവിച്ച വലിയ വലിയ പരിക്കുകൾ, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ, കുടിച്ചിട്ട് തന്നെ ആയിക്കൊള്ളുന്നൊന്നുമില്ല, അതിനൊക്കെ മുമ്പുള്ളാവാം, ചെറുപ്പത്തിലാവാം, അങ്ങനത്തെ ആ പരിക്കുകളും പിന്നെ അതിനെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ എന്താ പറയാ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് അതിനെ തന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ പരിശോധിക്കാനുള്ള ഒരു എഫേർട്ട് ടു ലുക്ക് അറ്റ് ദം, അതിനെ ഒന്നും കൂടി കാണാനുള്ള ആ ഒരു ശ്രമങ്ങൾ. എങ്ങനെ കാണാൻ? ഇൻ എ ട്രൂ പെർസ്പെക്റ്റീവ്, സത്യസന്ധമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടെ, ഒരു വീക്ഷണത്തിൽ കൂടെ അതിനെ വീക്ഷിക്കാം. അത് മോറൽ ഇൻവെന്ററിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ അത് വളരെ ക്ലിയർ ആണ്. നമ്മളെ മോറൽ ഇൻവെന്ററി എന്നുള്ള ആ 4ാം പടിയിലെ ഇതില്
നമ്മൾ എന്താണ് ശരിക്കും സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി ഓഫ് അവേഴ്സെൽഫ്. നമ്മൾ എടുക്കുന്ന ഇൻവെന്ററി എന്താണെന്നുണ്ടെങ്കിൽ, കണക്കെടുപ്പ് എന്താണെന്ന് സെർച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ട്, ഇൻ ഡെപ്തില്, അതിസൂക്ഷ്മമായിട്ട്, ഫിയർലെസ്, വിതൗട്ട് ഫിയർ, ഭയം കൂടാതെ. അപ്പൊ ഭയം കൂടാതെ ഉള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു കണക്കെടുപ്പാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ആ നടത്തുന്നതിന് അത് നടത്തുമ്പോൾ എന്താണെന്നുള്ളത്, നമ്മളുടെ കാഴ്ചപ്പാട് വളരെ സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു വീക്ഷണഗതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കും. അതെങ്ങനെ? അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ള എ കൂൾ എക്സാമിനേഷൻ ഓഫ് ദ ഡാമേജസ് ദാറ്റ് occur to us ഡ്യൂറിങ് ലൈഫ്. ജീവിതത്തിൽ നമുക്ക് തന്നെ അനുഭവിച്ചിട്ടുള്ള പല രീതിയിലുള്ള ഡാമേജുകൾ. അതാണ് ശരിക്കും ആ ഇൻവെന്ററിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ദിസ് ഹാസ് ദ ഇഫക്റ്റ് ഓഫ് ടേക്കിംഗ് ദ ഗ്രൗണ്ട് ഗ്ലാസ് ഔട്ട് ഓഫ് us, the emotional substance that still cuts and inhibits. അപ്പൊ ഇതിന്റെ ഫലം എന്താണ്? ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഗ്ലാസ് എടുത്തു മാറ്റും. ഗ്രൗണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള ഒപ്പേക്കായിട്ടുള്ള ഒരു ഗ്ലാസ്. ട്രാൻസ്പെറന്റ് അല്ല, ഒപ്പേക്കായിട്ടുള്ള, പാർഷ്യലി ഒപ്പേക്ക്, ഫുള്ളി ഒപ്പേക്കല്ല. ഗ്രൗണ്ട് ഗ്ലാസ് നമുക്ക് അറിയാലോ, നമ്മൾ ജനൽ ചില്ലിലൊക്കെ വെക്കില്ലേ, ജനൽ ചില്ലുകളിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഗ്രൗണ്ട് ഗ്ലാസ് കാണാൻ പറ്റാത്തത്. അപ്പൊ ആ ഗ്രൗണ്ട് ഗ്ലാസ്സിനെ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഗ്രൗണ്ട് ഗ്ലാസ്സിനെ എടുത്ത് മാറ്റും, മാറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫലവും the emotional substance that still cuts and inhibits അതിനെ എടുക്കുന്നു. This has the effect of taking the ground glass out of us, the emotional substance that still cuts and inhibits. അതായത് നമ്മളുടെ വൈകാരികമായ, നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളെയും, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സമയത്തുള്ള കാര്യങ്ങൾ, വൈകാരികമായ വസ്തുക്കൾ, ആ വൈകാരികമായ വസ്തുക്കൾ എങ്ങനത്തത് ഇപ്പോഴും നമ്മളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ നമ്മളെ പഴയ രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും ആയ അങ്ങനത്തുള്ള വൈകാരികമായ കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു? വൈകാരികമായ കാര്യങ്ങളായ ഗ്രൗണ്ട് ഗ്ലാസ്, അങ്ങനത്തെ ഗ്രൗണ്ട് ഗ്ലാസ്സിനെ എടുത്തു മാറ്റപ്പെടും. ഇതാണ് അതിന്റെ ഫലം. അതായത് നമ്മളുടെ കാഴ്ച സുതാര്യമാക്കും. വളരെ സിമ്പിൾ. നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയുള്ള നമ്മളുടെ ഓൺ കാഴ്ചപ്പാട് നമ്മളെ കൂടുതൽ സുതാര്യമാക്കുന്നു. അതാണ് അതിന്റെ റിപ്പയർ. ഡിഫക്ട്സ് ആൻഡ് റിപ്പയർസ്. ആദ്യത്തെ ഇതിലെ ബിഗ് ബുക്ക് നമ്മൾ വായിച്ച ഭാഗം ആ ഡിഫക്ട്സിനെ കുറിച്ചുള്ള സൂചനയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ചില ഗിൽറ്റും പ്രൈഡിനെയും കുറിച്ചിട്ടുള്ള നമുക്കൊരു ബോധ്യം തന്നു. ആ ബോധ്യ പ്രകാരം നമ്മൾ റിപ്പയറുകൾ നടത്തുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോറൽ ഇൻവെന്ററി പ്രകാരമാണ് നമ്മൾ റിപ്പയർ നടത്തുന്നത്. ആ മോറൽ ഇൻവെന്ററി എങ്ങനെയായിരിക്കണം? വളരെ സിൻസിയറായി എടുക്കുന്നതായിരിക്കണം, സൂക്ഷ്മതയോടെ, അതിസൂക്ഷ്മതയോടുകൂടി ഉള്ളതായിരിക്കണം എന്നൊക്കെ ഇവിടെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫലം എന്താണ്? നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി കുറെ കൂടി സുതാര്യമായി ഉള്ള ഒരു അറിവ്, അവനവനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു. അതിന് നമ്മളിലേക്ക് തന്നെ ആത്മാർത്ഥമായ രീതിയിൽ തിരിഞ്ഞു നോക്കാനുള്ള ഒരു വീക്ഷണഗതി നമുക്ക് തരും. ഇതാണ് ഇതിന്റെ എന്താ പറയാ, ജിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ഗിൽറ്റിനെ കുറിച്ചാണ്, കുറ്റബോധത്തെ കുറിച്ച്. പിന്നെ ഓണസ്റ്റിയെ കുറിച്ചാണ്, നമ്മുടെ സത്യസന്ധത അല്ലെങ്കിൽ ആത്മാർത്ഥത. പിന്നെ നമ്മുടെ ഇനഡിക്വസി, അപര്യാപ്തത, ഇതിനെ കുറിച്ചാണ്. പിന്നെ വാല്യൂ ഓഫ് ഇൻവെന്ററി, നമ്മൾ എടുക്കുന്ന ആ ഇൻവെന്ററിക്ക് എത്രത്തോളം ശരിക്കും മൂല്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം, അല്ലെങ്കിൽ എന്താ പറയാ, ഡംബ് എന്നൊക്കെ ഇവിടെ പറയാം. പ്രൈഡിന്റെ കുറേ കൂടി നെഗറ്റീവ് സൈഡിലേക്കുള്ള ഒരു കാര്യമാണത്. ഓക്കെ, ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്.
താങ്ക് യു അശോകൻ ചേട്ടാ. ആർക്കെങ്കിലും അശോകൻ ചേട്ടൻ സംസാരിച്ച ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് മുമ്പോട്ട് കടന്നു വരാം. ഈ ഒരു അവസരം അതിനായിട്ട് ഉപയോഗിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത് പോയി. ഓക്കെ അശോകൻ ചേട്ടാ, ഒരുപാട് നന്ദി ഓക്കെ, അശോകൻ ചേട്ടാ. അപ്പൊ Thank you so നെക്സ്റ്റ് പേജ് 141, റെസ്റ്റോറേഷൻ സാനിറ്റി. എന്താ റെസ്റ്റോറേഷൻ സാനിറ്റി? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്ന കാര്യമാണ് റെസ്റ്റോറേഷൻ സാനിറ്റി. അതായത് നമ്മളുടേതായ ആ ഒരു നേരായ ചിന്തകളിലേക്ക് നമ്മളെ അതുപോലെ തന്നെ ആക്കുക. അതായത് ഒരു കാലത്ത് നമ്മൾ നേരായി ചിന്തിക്കുന്നവരായിരുന്നു, നിഷ്കളങ്കരായിരുന്നു. കളങ്കം വന്നു ജീവിതത്തിൽ. ആ കളങ്കം വന്നതിന് വീണ്ടും നിഷ്കളങ്കമായ രീതിയിലേക്ക് നമ്മളെ എന്താ പറയാ, റെസ്റ്റോർ എന്ന് പറഞ്ഞാൽ പുനഃക്രമീകരിക്കില്ല, പുനരധിവസിപ്പിക്കുക, എന്താണ് അതിന് പറയാ. എന്തായാലും അത് ആൾക്കാർക്ക് അറിയുന്ന റെസ്റ്റോറേഷൻ എന്താണ്. വീണ്ടും അത് ആ രീതിയിൽ അവസ്ഥയിലേക്ക് തന്നെ അതാണ്. അപ്പൊ അതില് ഇത് വന്നിട്ടുള്ള 12 and 12 പേജ് 32 to 33. അപ്പൊ അത് എടുക്കാം, വായിക്കാം. എവിടെയാണ് പറഞ്ഞു? മിനിറ്റ് ബുക്ക് എടുക്കട്ടെ. ഓക്കെ, 32 ലാസ്റ്റ് പാരൽ. അത് 33ലേക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നത്? രണ്ടാം പടി തന്നെയാണ് നമ്മളുടെ. വൺ സെക്കൻഡ്. ഓക്കെ, തങ്ങൾ എത്രത്തോളം അവിവേകികളാണെന്ന ധാരണയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അവിവേകത്തെ കണ്ട് അത് അഭിമുഖീകരിക്കാൻ കഴിവുള്ള മദ്യപാനികൾ വളരെ കുറവ്. തങ്ങൾ എത്രത്തോളം അവിവേകികളാണെന്ന ധാരണയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അവിവേകത്തെ കണ്ട് അത് അഭിമുഖീകരിക്കാൻ കഴിവുള്ള മദ്യപാനികൾ വളരെ കുറവ്. കുഴപ്പക്കാരായ മദ്യപാനികൾ, ഇൻവെർട്ടഡ് കോമയിലാണ്, കൊട്ടേഷനിലാണ്, എന്ന് സ്വയം വിളിക്കാൻ ചിലർ തയ്യാറാണ്. പക്ഷേ തങ്ങൾ മാനസികമായി രോഗികളാണ് എന്ന നിർദ്ദേശം അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഈ അന്ധതയിൽ അവർ ആരോഗ്യപൂർവമായ മദ്യപാനവും മദ്യപാനാസക്തിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. സുബോധം നിർവചിക്കപ്പെടുന്നത് മനസ്സിന്റെ നല്ല അവസ്ഥ. എന്നിട്ടും ഒരു മദ്യപാനിക്ക് തന്റെ നശീകരണ പെരുമാറ്റ രീതി സുബോധത്തോടെ വിലയിരുത്തുമ്പോൾ തകർച്ച തന്റെ വീട്ടുപകരണങ്ങൾക്കായാലും തന്റെ തന്നെ ധാർമ്മികതയ്ക്കായാലും മനസ്സിന്റെ നല്ല അവസ്ഥ തനിക്കായി അവകാശപ്പെടാൻ കഴിയില്ല. അപ്പൊ സാനിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ മനസ്സിന്റെ നല്ല അവസ്ഥ, അതിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് എങ്ങനെ വീണ്ടും നമ്മളെ സുബോധമാണ്. അപ്പൊ ഇത് എൻ്റെ ഒരു ഇതില് തങ്ങൾ എത്രത്തോളം അവിവേകികളാണെന്ന് ധാരണയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അവിവേകത്തെ കണ്ട് അത് അഭിമുഖീകരിക്കാൻ കഴിവുള്ള മദ്യപാനികൾ വളരെ കുറവാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഓക്കെയാണ്, വളരെ കുറവ് തന്നെയാണ്. എത്രത്തോളം അവിവേകികൾ ആണെന്ന് ഈ പ്രോഗ്രാമിൽ കൂടെ പഠിക്കുമ്പോൾ, എന്താ പറയാ, സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ വേറെ പലരുടെയും ഷെയറിങ്ങുകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് അവനവനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മദ്യപാനികള് അങ്ങനെ അല്ലാത്തവരെ വളരെ കുറവാണ്. കുഴപ്പക്കാരായ മദ്യപാനികൾ പ്രോബ്ലം ഡ്രിങ്കേഴ്സ് എന്ന് സ്വയം വിളിക്കാൻ ചിലർ തയ്യാറുണ്ട്. യെസ്, ഇപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാള് അതുപോലെ 12 സ്റ്റെപ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഒരാൾ എന്നെ ഫോൺ ചെയ്തു. അയാൾ സ്വയം പറയുന്നുണ്ട്, ഞാൻ കുഴപ്പക്കാരനായ മദ്യപാനി. പക്ഷെ അയാൾ പറഞ്ഞത് ഞാൻ മദ്യപിക്കും മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. എന്തോ ആയിക്കോട്ടെ, അത് പിന്നീട് അയാൾക്ക് മനസ്സിലാവായിരിക്കും. പക്ഷെ അയാൾ സ്വയം തന്നെ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് വിളിക്കാൻ, ഞാൻ കുഴപ്പക്കാരനായ മദ്യപാനിയാണ്. ഓക്കെ, പിന്നെ സ്വയം വിളിക്കാൻ ചിലർ തയ്യാറുണ്ട്. പക്ഷെ തങ്ങൾ മാനസികമായി രോഗികളാണെന്ന നിർദ്ദേശം അവർക്ക് സഹിക്കാൻ കഴിയില്ല.
ഞാൻ ഇന്നലെ അയാളുടെ അടുത്ത് ഈ മെന്റൽ ഒബ്സഷന്റെ കാര്യവും ഇതൊക്കെ ഒന്ന് പറയാൻ പോയി കഴിഞ്ഞപ്പോ അയാളുടെ കയ്യിൽ നിന്ന് അത്ര നല്ലൊരു പ്രതികരണം ആയിരുന്നില്ല എനിക്ക് കിട്ടി. രോഗത്തിന്റെ അവസ്ഥ, ശാരീരികമായ അലർജിയെ കുറിച്ച് അയാൾ സംഭവിച്ചു, കറക്റ്റാണ്. എത്ര കുടിച്ചു കഴിഞ്ഞാലും പിന്നെ ക്രേവിങ് വരട്ടെ. പക്ഷെ മെന്റൽ ഒബ്സഷൻ, മാനസികമായ പ്രോബ്ലം എന്താന്ന് പറയുമ്പോൾ അത് സംഭവിക്കാൻ തയ്യാറുണ്ട്. എന്തോ ആയിക്കോട്ടെ. ഈ അന്ധതയിൽ അവർ ആരോഗ്യപൂർവമായ മദ്യപാനവും മദ്യപാനാസക്തിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടും. കറക്റ്റാണത്. അപ്പൊ അവർക്കും വ്യത്യാസം മനസ്സിലാവുന്നില്ല. സാധാരണക്കാരെ ആരോഗ്യപരമായ മദ്യപാനം എന്ന് പറഞ്ഞാൽ, ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആസക്തി ഇല്ലാണ്ട് ഒരു സോഷ്യൽ ഡ്രിങ്കിങ്, കൺട്രോൾ ഡ്രിങ്കിങ് എന്നൊക്കെ ഉള്ള അവസ്ഥയാണ്. അല്ലാണ്ട് മദ്യപാനം കൊണ്ട് ആർക്കും ആരോഗ്യം കിട്ടുന്നുള്ളതല്ല കാര്യം കേട്ടോ. ഇതൊരു യൂസേജ് ആണ്, ഹെൽത്തി ഡ്രിങ്ക് എന്നൊക്കെ പറയണത് അത്രേ ഉള്ളൂ. അപ്പൊ ആരോഗ്യപൂർവമായ മദ്യപാനവും മദ്യപാന ആസക്തിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. അല്ലേ? ആ ലോകം തന്നെ അങ്ങനെയാണ്. ലോകം തന്നെ എല്ലാവരും അങ്ങനല്ലേ പറഞ്ഞത്, 2 പേർക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്താ, വൈകുന്നേരം ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ഒരു ലോകം തന്നെയാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അതും പറയും. അപ്പൊ അതാണ് ഈ ആരോഗ്യകരമായ മദ്യപാനം. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ കഴിച്ചാലെന്താ, കുടിച്ചാലെന്താ. അപ്പൊ അങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടുക. അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല മദ്യാസക്തി എന്താണ്, മറ്റെന്താണ്. ഇനിയോ, സുബോധം നിർവചിക്കപ്പെടുന്ന മനസ്സിന്റെ നല്ല അവസ്ഥ. അപ്പൊ നമുക്ക് ഈ സാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ നല്ലൊരവസ്ഥ. എന്നിട്ടും ഒരു മദ്യപാനി തന്റെ നശീകരണ പെരുമാറ്റ രീതി സുബോധത്തോടെ വിലയിരുത്തുമ്പോൾ തകർച്ച തന്റെ വീട്ടുപകരണങ്ങൾക്കായാലും തന്റെ തന്നെ ധാർമ്മികതയ്ക്കായാലും മനസ്സിന്റെ നല്ല അവസ്ഥ തനിക്കായി അവകാശപ്പെടാൻ കഴിയില്ല. തനിച്ചായി എന്നായിരിക്കണം. ഞാൻ നോക്കട്ടെ എന്റെ ഇംഗ്ലീഷ്. ആ വാചകത്തിൽ ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട് വായിക്കുമ്പോൾ. Sanity is defined as soundness of mind. Yet no alcoholic, soberly analyzing his destructive behavior, whether the destruction fell on the dining room furniture or his own moral fiber, can claim soundness of mind for himself. ഇങ്ങനത്തെ ആൾക്ക് ഞാനൊരു, അതായത് അവനവൻ താൻ ഒരു മനസ്സിന് നല്ല അവസ്ഥ എന്നുള്ള ഒരാളാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. തനിക്കായി എന്നുള്ളതിനെ അവിടെ കുറച്ചും കൂടി അത് നേരേക്ക് എഴുതണമായിരുന്നു. സാരില്ല, അർത്ഥമൊക്കെ ശരിയാവരുണ്ട്. തനിക്കായി, അതായത് തനിക്ക് സ്വന്തമായിട്ട് തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അവകാശപ്പെടാൻ കഴിയില്ല. ആർക്ക്? അവനവന്റെ വീട്ടുപകരണത്തിന്റെ തകർച്ചയായാലും സ്വന്തം ധാർമ്മികത തകർന്ന ആളായാലും അവർക്കൊന്നും ഇതൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ സുബോധവാനാണ്. അതാണ് അതിൽ പറഞ്ഞ. ഇനി ഈ പേജസ് എന്താണ്, ഈ പേജ് നോക്കാം. അപ്പൊ നമ്മുടെ ചാലക്കുടി ജെയിംസിന് വീണ്ടും ഓർക്കുന്നു, നന്ദി. അദ്ദേഹമാണ് ഇതൊക്കെ എഴുതി അയച്ചു തരുന്നത്. ഈ പേജ് സൂചിപ്പിക്കുന്നത് 1 ഓണസ്റ്റി, സത്യസന്ധത; 2 ഇൽനെസ്, നമ്മുടെ അസുഖം; 3 സാനിറ്റി. സാനിറ്റി എന്ന് പറഞ്ഞപ്പോ ഇതിന് നല്ലൊരു വാക്ക് പറഞ്ഞു, മനസ്സിന്റെ നല്ല അവസ്ഥ. അപ്പൊ മനസ്സിന്റെ നല്ല അവസ്ഥ ആണ്. ഇതൊക്കെയാണ് ഇതില് നമ്മള് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചെയ്യാം. 10:37 നമ്മുടെ ടൈമും അപ്പൊ ആവുന്നു. നമസ്കാരം. ഓക്കെ, ഞാൻ ജെയിംസ്, ആൽക്കഹോളിക്. ഞാൻ നമസ്കാരം. കഴിഞ്ഞ പേജ് 140 സെക്കൻഡ് ആയിട്ട് വായിച്ചില്ല, പ്രൈഡ്. പേജ് 140, രണ്ടാമത്തെ. പ്രൈഡ് എയിംസ് അറ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്. അത് പലപ്പോഴും സ്വയം നശീകരണം തന്നെയല്ലേ? അത് ബോധപൂർവം മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണോ പ്രൈഡ് വരുന്നത്? അത് ബോധപൂർവം എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ നമ്മൾ മനസ്സിലാക്കണില്ല. അതായത് നമ്മള് അത് ഗിൽട്ടും പ്രൈഡും ഒരു കോയിന്റെ 2 സൈഡാന്ന് പറഞ്ഞാൽ, ഗിൽട്ടിൽ കൂടെ നമുക്ക് നിരാശാബോധം വരും, സെൽഫ് പിറ്റി വരും. അങ്ങനെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ അത് ടോട്ടലി ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് വരും. അവനവനെ നശിപ്പിക്കും. ഡംബോടുകൂടി പെരുമാറുന്നത് ചില സമയങ്ങളിലൊക്കെ മറ്റുള്ളവരെ ഒന്ന് മോശമാക്കി കാണിക്കാൻ, ഞാൻ എന്തോ കേമനാണെന്ന് കാണിക്കാൻ, ആ ലക്ഷ്യം വെക്കുന്നതാണ് പറഞ്ഞത്. അതായത് ഈ
ഡംബോടുകൂടി പെരുമാറുന്നത് ലക്ഷ്യം വെക്കുന്നത് മറ്റുള്ളവരെ നശീകരിക്കാനാണ്. സംഭവം ഇതെല്ലാം സ്വയം നശീകരണം തന്നെ നടക്കണത്. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ സ്വയം നശീകരണം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇതില് നമ്മള് നമ്മള് ഈവൻ ബോധപൂർവം അല്ലെങ്കിൽ കൂടി നമ്മളുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ മറ്റുള്ളവരെ ഒന്ന് മോശമാക്കി കാണിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. അതാണ് ഉദ്ദേശം. അല്ല, ഞാൻ ഈ ബോധപൂർവം എന്ന് പറഞ്ഞതേ പലപ്പോഴും അത് സ്വന്തം ഔന്നത്യം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അത് ആണ് അത് തന്നെയാ പറഞ്ഞ. അത് തന്നെ, അത് ഈ ഔന്നത്യം കാണിക്കാനാണെങ്കിൽ ചില സമയത്ത് ആ സമയത്ത് പക്ഷെ നമ്മൾക്ക് തോന്നുന്നുണ്ടാവില്ല. നമ്മൾ ആ അഹങ്കാരത്തോടുകൂടി ഒരു ഡമ്പോട് കൂടി പെരുമാറുമ്പോ ഒരു ചില ആൾക്കാർ വല്ല ധാടിയോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി ഒക്കെ പെരുമാറുന്നുണ്ടില്ലേ, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ? അപ്പൊ എനിക്ക് പഴയൊരു എ മെമ്പർ അറിയാം. അദ്ദേഹം ഷെയർ ചെയ്യുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ വലത്തെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കും. എന്നുവെച്ചാൽ വലത്തെ കയ്യിൽ 4 പേരിലെ മോതിരിട്ടുണ്ട് അത് കാണിക്കാൻ. അപ്പൊ അതുകൊണ്ട് ബാക്കി ആർക്കും ദോഷമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് തോന്നും, അയ്യോ ഒരു മോതിരം പോലും ഇല്ലാത്ത ആളല്ലേ ഞാൻ, എന്റെ സകല മോതിരം കള്ളുടിച്ച് വിറ്റതല്ലേ എന്നുള്ള ചിലപ്പോ ഒരു അപകർഷതാബോധം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ ഇയാൾ അറിയാതെ തന്നെ ഇയാൾ കാണിക്കുന്ന എന്താ കണ്ടോ, ഞാൻ 4 മോതിരമുള്ള ആളാണ്, ഒന്ന് നവരത്ന മോതിരാണെന്നൊക്കെ കാണിക്കാനായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാനിപ്പോ വേറൊരാളെ ഇൻവെർട്ടർ എടുക്കല്ലേ ഇത്, ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതെന്ത് അരോചകമായിരിക്കും. അത് പക്ഷെ എയിം ചെയ്യുന്നത് അയാൾ ബോധപൂർവം ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയാ അവര് നശിപ്പിക്കാനൊന്നും അങ്ങനൊന്നുമല്ല. പക്ഷെ അയാളെ തന്നെ മേന്മ അയാളെടുത്ത് കാണിക്കുമ്പോൾ അത് ബോധപൂർവം അല്ലെങ്കിൽ കൂടി ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മളെ വാചകങ്ങളിൽ ഇപ്പൊ ഞാൻ തന്നെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്റെ വാചകങ്ങളിൽ ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൈഡ് പൊന്തി വരും. അത് ക്വൈറ്റ് കോമൺ, അത് ഉണ്ടാവാറുണ്ട്. ആ പ്രൈഡ് പൊന്തി വരുന്നത് ഞാൻ എന്താ പറയാ ചിലപ്പോൾ അത് വേറെ വല്ലവരെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വേഴ്സ് കമന്റ് പറയില്ല, അല്ലെങ്കിൽ എന്റെ തന്നെ ഏതെങ്കിലും ഒരു വശത്തിനെ, എന്റെ ഒരു പോസിറ്റീവ് വശത്തിനെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഷെയറിങ് ആയിരിക്കും. അങ്ങനെ വരുമ്പോ ഞാൻ അറിയുന്നില്ല അത് മറ്റുള്ളവരെ തരം താഴ്ത്താനാണെന്നുള്ളത് അറിയുന്നില്ല. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി എന്റെ ഉള്ളിലുള്ള എന്റെ ഈ മനസ്സ്, എന്നെ ചതിക്കുന്ന മനസ്സുണ്ടല്ലോ, ഈ മനസ്സ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയോ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വില കുറച്ച് കാണുക ഉള്ള ഒരവസ്ഥ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.